Magic morning. Magic morning. Magic Magic morning. Magic morning. Magic morning. Magic morning to all. Magic morning. എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഉഷാറാണെന്ന് കരുതുന്നു. ബിമാജിക്കിന്റെ 2047 സൂം മീറ്റിലേക്ക് ബിമാജിക് ഫോണ്ടേഴ്സ്, ലീഡേഴ്സ്, ബിമാജിക് മെമ്പേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ സെഷൻ നയിക്കുന്നത് അക്യുപങ്ചറിസ്റ്റ്, കപ്പിംഗ് തെറാപ്പിസ്റ്റ്, ഹിപ്നോതെറാപ്പിസ്റ്റ്, മെഡിറ്റേഷൻ ട്രെയിനർ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന APR അബ്ദുൽ റസാഖ് സാറാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ വിഷയം കർമ്മ. വെൽക്കം സർ. താങ്ക് യു മണി സാറേ. കൊടുത്തം വിട്ടുട്ടോ ആങ്കറിൽ ഇല്ലേ? ആങ്കറൊക്കെ ഭയങ്കര സംഭവമായി പോയി. എന്തായാലും നന്നാട്ടെ, ഉഷാറാട്ടെ. താങ്ക് യു. അപ്പൊ നമുക്ക് വിഷയങ്ങളിലേക്ക് പോകാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കർമ്മ അല്ലെ? കർമ്മ എന്ന് കേട്ടിട്ടുള്ളവരൊക്കെ എസ് ടൈപ്പ് ചെയ്തേ, കർമ്മ എന്ന് കേട്ടിട്ടുള്ളവര്. ഓക്കെ, നമുക്കറിയാം ഇതൊരു വലിയ സബ്ജക്റ്റാണ് അല്ലെ? വിവിധ മേഖലകളിലൂടെ കടന്നു പോകുന്ന ഒരു സബ്ജക്റ്റാണ് കർമ്മ. വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടും വിശ്വാസമില്ലാത്തവർക്കും ഈ മേഖല പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ ആളുകളും അറിയപ്പെടുന്നത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലാണ്. കർമ്മ എന്ന് പറഞ്ഞാൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നമുക്കൊക്കെ കൂടുതൽ അറിയാം. എന്നാൽ വിശ്വാസമില്ലാത്തവർക്കും ഇതുമായി ബന്ധപ്പെട്ട് കുറെ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഒരു മേഖല സംസാരിച്ചു വെക്കാം. എങ്ങനെയുണ്ട് അറിയാലോ? നമ്മളെ സാധാരണ ബിസിനസ് മേഖലകളിൽ, അതായത് വിശ്വാസവുമായി ബന്ധപ്പെടാത്തൊരു മേഖല ആദ്യം സംസാരിക്കാം. സാധാരണഗതിയിൽ നമ്മളൊരു ബിസിനസ് മേഖലയിൽ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാന് നമ്മുടെ സനീഷ് സാറിനോട് സംസാരിക്കുകയാണ്. എന്താണ് സംസാരിക്കുന്നത് അറിയാം? എൻ്റെ ബിസിനസ് കുറച്ച് മോശമാണ്, ഈ മാസം വളരെ മോശമായ രീതിയിലാണ് എൻ്റെ ബിസിനസ് പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ സനീഷ് സാറിന് മറുപടി എന്തായിരിക്കും? പൊതുവെ ബിസിനസ് എല്ലാം ഇപ്പൊ ഡണ്ണാണ് അല്ലെ? പൊതുവെ എല്ലാ ബിസിനസ്സും ഇപ്പൊ കുറച്ച് കുറവാണ്. കഴിഞ്ഞ കൊറോണ കാലത്തിന് ശേഷം ബിസിനസ് ഒന്നും അത്ര ക്ലച്ച് പിടിക്കണില്ല. ഇതായിരിക്കും മിക്കവാറും അയാളുടെ മറുപടി. ഇത് നമ്മള് സനീഷ് സാറിനോട് ചോദിക്കാതെ ഞാൻ തന്നെയാണ് പറയുന്നത്. അതായിരിക്കും മിക്കവാറും മറുപടി. ഇനി നിങ്ങൾ സംസാരിച്ച് നോക്കൂ വേറൊരാളോട്, സനീഷ് സാറിനോട് സംസാരിച്ച് നോക്കുന്നത് കഴിഞ്ഞിട്ട് ബിസിനസ് മോശമാണെന്ന് പറഞ്ഞാൽ അയാളുടെ മറുപടി അതായിരിക്കും. ഇനി നമ്മൾ പറയണേ, എനിക്ക് കഴിഞ്ഞ 10 വർഷമായി മൈഗ്രെയിൻ എന്ന രോഗത്തിൽ വളരെയധികം പ്രയാസത്തിലാണ് ഞാൻ എന്ന് നിങ്ങൾ ഒരാളോട് സംസാരിച്ചു നോക്കും. അയാളുടെ മറുപടി അയാൾക്കുണ്ടാകുന്ന പല രോഗങ്ങളും നമ്മളോട് പറയും. രോഗമില്ലാത്തവരാരും ഇല്ല, എന്നാൽ എനിക്ക് ഇത്രയും കാലമായി ഞാൻ എൻ്റെ കാലുമുട്ട് വേദനയായിട്ട് നടക്കുന്നു, ഒരുപാട് ചികിത്സകൾ ഞാൻ ചെയ്തു, പക്ഷെ സുഖപ്പെടുന്നില്ല. ഇങ്ങനെ ഒരു മറുപടിയാണ് അയാളിൽ നിന്ന് ലഭിക്കുക. ഇത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞ വാദം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെ പറയാം. അത് സംശയമൊന്നും വേണ്ട. ശരിയാണ് സർ. ശരിയാണ്. Absolutely right. വളരെയധികം ശരിയാണ്. ശരിയാണ്.
എന്താണ് സ്റ്റക്കായി പോയോ? സർ സ്റ്റക്കായി തോന്നുന്നു. എന്തോ നെറ്റ് പ്രോബ്ലം. ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കും. ഓക്കെ. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അതായത് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതിയാണ്. അതറിയാലോ, എല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ. എന്താണ് അയാൾ നമ്മളോട് പറയുന്നത്, അയാളുടെ ഉള്ളിലുള്ളതാണ് അയാൾ പറയാം. അത് ശരിക്കും മനസ്സിലാക്കുക. ഇപ്പൊ ഒരാള് നമ്മളെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അയാൾ ഉള്ളിലുള്ളതാണ് പറയുന്നത്. ഇപ്പോ നമ്മൾ അങ്ങോട്ട് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറത്തേക്ക് വിടുന്നത്. പക്ഷെ അപ്പൊ അയാളുടെ മറുപടി എന്താണ്? ബിസിനസ് പൊതുവെ കുറവാണ് എന്നല്ല. അതെന്താ അങ്ങനെ വരാൻ കാരണം? നമ്മുടെ ഉള്ളില് ചിന്താഗതി എന്താണ്? ബിസിനസ് മോശമാണ്, എൻ്റെ ഈ മാസത്തെ വരുമാനം കുറച്ച് മോശമാണ് എന്ന ചിന്താഗതി തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ അയാൾ എന്താ മറുപടി അറിഞ്ഞത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ മറുപടി അറിയാൻ കാരണം? എന്തായിരുന്നു സനി സാറ്? നമ്മള് ചില സമയങ്ങളില് നമ്മൾക്ക് എതിരായി സംസാരിക്കുന്ന അവരൊപ്പം തന്നെ നമ്മളെ മനസ്സ് അറിയാതെ കടന്നു പോകും. അറിയാതെ കടന്നു പോകും. അതായത് പൊതുവായി പറഞ്ഞാല് നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതായിരിക്കും തന്നെ തിരിച്ചു ലഭിക്കുക. അപ്പൊ ഇത് തിരുത്താൻ എന്ത് ചെയ്യണം? ഈ കർമ്മ റെഡിയാക്കാൻ എന്ത് ചെയ്യണേലും നമ്മുടെ ഉള്ളിൽ ആദ്യം റെഡിയാക്കണം. ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് വേണ്ടത് എന്താ വെച്ചാല്, നമ്മുടെ ഉള്ളിൽ എന്തായാലും ഈ ഒരു നെഗറ്റീവ് ചിന്ത വരാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ല. കാരണം നമ്മൾ ബിസിനസ് ചെയ്യണേ, ബിസിനസ് കുറച്ച് കുറഞ്ഞു പോയാല് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോയ വ്യക്തികളുടെ പേരുകളായിരിക്കും. സാർ മുമ്പൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങിയിരുന്നു. ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നത് പൂട്ടിപ്പോയി എന്ന കഥ എൻ്റെ മൈൻഡിൽ ഉണ്ടാകും. മണിസാറ് മുമ്പൊരു ബിസിനസ് ചെയ്തിരുന്നു, അത് പൊളിഞ്ഞ് പാപ്പരായി പോയ കഥ എൻ്റെ മൈൻഡിലുണ്ടാവും. ഞാൻ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ അത് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ അത്തരം ചിന്താഗതി വന്നതും ഞാനത് പറയാനുള്ള കാരണം. മനസ്സിലാകണ്ട? അപ്പൊ ഇതിനെടുത്ത് ഒഴിവാക്കണ്ടേ? അതിനെടുത്ത് ഒഴിവാക്കണം. അതിനെടുത്ത് ഒഴിവാക്കിയാൽ മാത്രമേ നമ്മളിൽ നിന്ന് നല്ലത് പറ്റുള്ളൂ. അതല്ലാതെ ഒരിക്കലും അതിനെക്കുറിച്ചുള്ള നന്മകൾ നമ്മളിൽ നിന്ന് വരില്ല. നമ്മൾ എത്ര കാലം അങ്ങോട്ട് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ നല്ലത് കൊടുത്താൽ അതൊന്നല്ല, ഇപ്പൊ കുറച്ച് മെച്ചം തന്നെയാണ്, എന്നാലും നമ്മളെക്കാൾ വളരെ മോശമുള്ള ബിസിനസ്സുകാരൊക്കെ ഇല്ലേ? നമ്മളെപ്പോഴും കുറച്ചുകൂടി മെച്ചം തന്നെയാണ്, ആദ്യത്തെക്കാളും കുറച്ചുകൂടി ഉഷാറാണ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ സംഭവത്തിനെ നമ്മൾ എടുത്തു കളയേണ്ടി വരും. അത് എടുത്തു കളയാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യയാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒന്ന് സേവേഴ്സ് കൾച്ചർ പാലിക്കുക എന്നുള്ളതിനാണ് അതിന്റെ നിയമം. അതെല്ലാവർക്കും അറിയാം. സൈക്കോളജിക്കലിൽ പഠിച്ച ഒരു വിധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം. നമ്മളൊരു പൊതു മാർക്കറ്റിൽ ചെല്ലുമ്പോൾ വിവിധങ്ങളായ വസ്തുക്കൾ അലസമായിട്ടിരിക്കുന്ന ഒരു കട ഉണ്ടെന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് പഞ്ചസാരയും അതിന്റെ കൂട്ടത്തിൽ അരിയും എല്ലാം കൂടെ അലസമായിട്ടിരിക്കുന്ന ഒരു സ്റ്റോർ ഉണ്ട്. എന്നാൽ അടക്കും ചിട്ടയുമുള്ള ഒരു സ്റ്റോറും ഉണ്ട്. നമ്മൾ എവിടെ നിന്നായിരിക്കും സാധനം വാങ്ങുക? അടക്കും ചിട്ടയുമുള്ള സ്റ്റോറിനായിരിക്കും, അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ചിട്ടയായ അടക്കും ചിട്ടയുമുള്ള ഒരു സ്റ്റോറാക്കി മാറ്റുമ്പോഴാണ് സാർ നാൾ പറഞ്ഞത് ഓർമ്മയില്ലേ? ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കളയണം. ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഉള്ളതിനെ നല്ലൊരു ക്ലിയർ ആക്കി തുടച്ച് മിനുക്കി അടക്കും ചിട്ടയോട് കൂടി വെച്ചാൽ നമ്മളെ സ്റ്റോറിൽ നിന്നും ബിസിനസ് കൂടും. അപ്പൊ അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളതും. ആവശ്യമില്ലാത്ത ചിന്തകളെയൊക്കെ ഒഴിവാക്കി നല്ല ചിന്തകളെ അടക്കും ചിട്ടയോട് കൂടി വെച്ചാൽ നമ്മളിൽ നിന്നും ഇത് റിമൂവ് ആയി പോകും. അപ്പൊ ആ ഒരു കർമ്മം, നമ്മുടെ പ്രവർത്തനം അവിടെ നന്നാകുമ്പോൾ, ആ കർമ്മം നന്നാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവിലേക്ക് വരിക. മനസ്സിലാകുന്നുണ്ടോ? അതല്ലേ കുറച്ചൊരു കർമ്മ പറഞ്ഞാൽ കുറച്ചൊരു ഇതാണ്, അല്ലേ? പഠിച്ചെടുക്കാൻ കുറച്ച് ചെറിയ പ്രയാസമുള്ള കാര്യം. എന്നാലും നമുക്ക് ചെയ്യാം. ഏത് വിഷയം നമ്മൾ നോക്കൂ, നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് ആ വസ്തുവായിരിക്കും നമുക്ക് തിരിച്ചു ലഭിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ഞാന് സുലൈഹാബിന്റെ ഏതെങ്കിലും ഒരു സ്റ്റോറിൽ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അങ്ങനെ സങ്കല്പിക്കാം. നിന്റെ സ്റ്റോറിൽ സുലൈഹാബിനെ നിർത്തി എന്നുള്ള പരാതി വേണ്ട. ഞാൻ സുലൈഹാബിന്റെ സ്റ്റോറിൽ പണിക്ക് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ ഒരു തൊഴിലാളിയോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചാൽ, നീ എന്താ ഇങ്ങനെ വർക്ക് ചെയ്തത്, നീ എന്താ അത് ചെയ്തത്, നീ എന്താ ഇങ്ങനെ ചെയ്തത്, നീ എന്താ തുടക്കാഞ്ഞത്, നീ എന്താ കഴുകാഞ്ഞത്, നീ എന്താ അടക്കി വെക്കാഞ്ഞത്, ഇങ്ങനെ പരാതിയും പരിവവുമായി കഴിയുന്ന ഒരു സ്റ്റോർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ, എന്റെ വർക്ക് എത്രത്തോളം ഉണ്ടാകുമെന്ന് സുലൈഹാബക്ക് കണ്ടറിയണം, മനസ്സിലാക്കണം. അതല്ല നേരെ തിരിച്ച്, നീ ചെയ്തത് ടോപ്പാണ്, സൂപ്പറാണ്, ഉഷാറാണ്, അടക്കി വെച്ചത് വളരെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എന്റെ വർക്ക് എങ്ങനെയായിരിക്കും? ഈ രണ്ട് വർക്കും എങ്ങനെയായിരിക്കും വ്യത്യാസം ഉണ്ടാവുക? ഒരാള് ചെയ്തതൊക്കെ തെറ്റ്, കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി പറയാണ്. നേരെ മറിച്ച് മറ്റേ ആള് എന്ത് ചെയ്യാണ്? അവര് ചെയ്തതിന്റെ നന്മകൾ മാത്രം എടുത്തു പറയാണ്. ഏതായിരിക്കും ബെറ്റർ ഉണ്ടാവുക? നന്മകൾ പറയുന്നതായിരിക്കും, അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ അറിഞ്ഞിട്ടും നമ്മൾ അത് ചെയ്യണില്ലേ? നമുക്കറിയാം. നമുക്കത് അറിഞ്ഞിട്ടും നമ്മൾ അതന്നെയല്ലേ ചെയ്യണ്ട്? നെഗറ്റീവ് അല്ലേ ചെയ്യണ്ട്? നമുക്കറിയാലോ, നമ്മളെ സ്റ്റോറിൽ നിൽക്കുന്ന ഒരു ജോലിക്കാരനോട് ഇങ്ങനെ പറഞ്ഞാൽ ഇവന്റെ ജോലി മോശമാകും എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യണില്ല. അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യണില്ല എല്ലാരും, അല്ലേ? എന്താ ചെയ്യാൻ കാരണം? നമ്മളെ ഉള്ളിൽ ക്ലിയർ ആയിട്ടില്ല. നമ്മുടെ ഉള്ളിൽ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് നല്ലത് കൊടുക്കാൻ കഴിയുള്ളൂ. ഇല്ലാത്തൊരു വസ്തു ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും? എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു വസ്തു ഞാൻ എങ്ങനെ നിങ്ങൾക്ക് തരും? ഒരിക്കലും നടക്കാത്തൊരു കാര്യമല്ലേ? അപ്പൊ ആ ഇല്ലാത്ത വസ്തുവിനെ ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ പൊതുവായി എനിക്ക് ആ സംഭവങ്ങൾ നല്ലത് ലഭിക്കുകയുള്ളൂ. ആ കർമ്മ ഉഷാറാക്കി കൊണ്ടുവരണം, കർമ്മ നന്നാക്കി കൊണ്ടുവരണം. ആ നന്നാക്കി കൊണ്ടുവരാത്ത കാലത്തോളം ഞാൻ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ ചെയ്താലും ഇത് തന്നെ വീണ്ടും അവിടേക്ക് വരും. ഹീല് ചെയ്യപ്പെടുക എന്നാണ് ഇതിന് പറഞ്ഞത്. ഹീലിംഗ്, നമ്മൾ ഹീലിംഗ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഹീലിംഗ്, വിവിധ തലത്തിലുള്ള ഹീലിംഗ് നമുക്കറിയാം, അല്ലെ? NLP അല്ലെങ്കിൽ ഹിപ്നോസിസ്, ഏജ് റിഗ്രഷൻ, അതുപോലെ തന്നെ
അതിലും കടന്ന കൈകളൊക്കെ ഉണ്ട് അല്ലെ? ഫാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അങ്ങനെ കൂടുതൽ ഹീലിങ്ങിനെ കുറിച്ച് നമുക്ക് കുറെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഹീല് ചെയ്യപ്പെടുന്ന രീതികളാണ്. അങ്ങനെ ഹീല് ചെയ്യപ്പെടുന്ന മെഡിറ്റേഷൻ നമ്മൾ പലപ്പോഴായി ചെയ്യുന്നവരുമാണ്. എന്നിട്ടും പോകണില്ലെങ്കിൽ നമ്മുടെ അടുത്ത് എന്തോ ഒരു പാളിച്ചുണ്ട്, നമ്മൾ ചെയ്യുന്നതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് കണ്ടെത്തി അതിനെ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മളിൽ നിന്നും നല്ലത് വരികയുള്ളൂ, നമുക്ക് നല്ലത് തിരിച്ചു ലഭിക്കുകയുള്ളൂ. ഇനി നോക്കൂ, വിശ്വാസപരമായി നോക്കുകയാണെങ്കിൽ ഇപ്പോ ഉദാഹരണത്തിന് സുബ്രഹ്മണ്യൻ സാറിന് സ്വിമ്മിങ് അറിയില്ല എന്ന് വിചാരിക്കുക. ഒരു തടാകത്തിൽ കൊണ്ടുപോയിട്ടല്ല അവരെന്തായും സ്വിമ്മിങ് അറിയാതെ വെള്ളം കുടിച്ചു പോകും. അപ്പൊ സ്വിമ്മിങ് അറിയില്ല സുബ്രഹ്മണ്യൻ സാറിന്, ഓക്കെ, സമ്മതിച്ചു. സ്വിമ്മിങ് അറിയാൻ വേണ്ടിയിട്ട് ഒരു വലിയ പ്രാർത്ഥന സുബ്രഹ്മണ്യൻ സാർ നടത്തുകയാണ്. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ടോ ചർച്ചിൽ പോയിട്ടോ വലിയ പ്രാർത്ഥന നടത്തിയാൽ സുബ്രഹ്മണ്യൻ സാറിന് സ്വിമ്മിങ് അറിയോ? പഠിയോ? പഠിയില്ല. ഒരു വഴിപാട് കഴിച്ചാലോ? കഴിയില്ല. പിന്നെ എന്ത് വേണം? സുബ്രഹ്മണ്യൻ സാർ തന്നെ വെള്ളത്തിൽ പോയി സ്വിമ്മിങ് പഠിച്ചാൽ നടക്കും. പക്ഷെ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, അത് ആദ്യം മനസ്സിലാക്കണം അല്ലേ? വലിയ കടലിന്റെ നടുക്കൊക്കെ കൊണ്ടിട്ട് ഇനി സ്വിമ്മിങ് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് സുബ്രഹ്മണ്യൻ സാറിന് കടലിലിട്ടാലും ഇത് തിരിച്ചു വരില്ല അല്ലേ? തിരിച്ചു വരില്ല. അപ്പൊ തിരിച്ചു വരാൻ നക്കത്തെ സ്ഥലത്ത് അഥവാ വെള്ളം കുടിച്ചാലും അത് നല്ല വെള്ളം, അങ്ങനത്തെ നല്ല വെള്ളമുള്ള, നിന്നാല് തല മുകളിലേക്ക് വരുന്ന രീതിയിലുള്ള ചെറിയ ആഴമുള്ള സ്ഥലത്തൊക്കെയാണ് സ്വിമ്മിങ് പഠിക്കേണ്ടത്. അല്ലാതെ എവിടെയും പോയിട്ട് പഠിക്കാൻ പാടില്ല അല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞ വെള്ളം കുടിച്ച് മരിച്ചാണെങ്കിലും നല്ല വെള്ളം കുടിച്ച് മരിച്ചാലോ എന്ന് പറഞ്ഞതുപോലെ അങ്ങനത്തെ സ്ഥലത്തായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആരൊക്കെ കൂടെ ഉണ്ടാകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പൊ വിശ്വാസം ഇത് പ്രവർത്തിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. വഴിപാട് കഴിച്ചാലും സാധിക്കില്ല, പ്രാർത്ഥിച്ചാലും സാധിക്കില്ല. പകരം നമ്മൾ പ്രവർത്തിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം. അപ്പോഴാണ് വിശ്വാസപരമായിട്ട് നമ്മുടെ കർമ്മം ഉഷാറായി വരല്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാന് ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ടൊരു വാർത്തയാണ്. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു ആരാധനാലയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. പക്ഷെ അവിടെ എത്രയോ കോടിക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരുണ്ട്, രോഗികളുണ്ട്. നിങ്ങൾ രോഗികളെ ശരിക്കും നോക്കിയിട്ടുണ്ടാവും. ഇപ്പൊ ബഷീർ സാറ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. നമ്മളാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും? ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഒന്ന് പോയിട്ട് ആ രോഗികളൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് വരും. അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. ഒരു 10 രൂപയുടെ വില എത്രയാണെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷേ സാറിനൊക്കെ സ്ഥിരമായിട്ട് കണ്ട് ഇപ്പൊ അത് മരവിച്ചിട്ടുണ്ടോ ചിലപ്പോ. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അത്തരം ഒരു സംഭവങ്ങൾ നമ്മൾ നാട്ടിലുണ്ടെങ്കിൽ അതിന് മുൻതൂക്കം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഔഷധങ്ങൾ എത്തിച്ച് അവർക്ക് വേണ്ടുന്ന സഹായങ്ങളാണ് ഏറ്റവും മുൻഗണനയിൽ നിൽക്കേണ്ടത്. അതിന് പകരം നമ്മൾ മറ്റെന്തൊക്കെയോ ചെയ്യണം. ആ മറ്റെന്തൊക്കെയോ ചെയ്യുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റിയുമായി യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളുമാണ്. അപ്പൊ നമ്മുടെ കർമ്മം എത്രത്തോളം റെഡിയാണ് എന്ന് ഒരു മെന്ററിനോട് നമ്മൾ ചോദിക്കണം. നല്ല അറിവുള്ള,
അല്ലെങ്കിൽ എല്ലാ ബേസിലും അറിവുള്ള ആളുകൾ, ഒരു ബേസിൽ മാത്രം അറിവുള്ള ആളല്ല. ഒരു മതവുമായി ബന്ധപ്പെട്ട ആളാണെങ്കിൽ അയാൾ മതം മാത്രമേ സംസാരിക്കുള്ളൂ. ഒരു മതമില്ലാത്ത ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ മതമില്ലാത്തത് അയാൾ സംസാരിക്കുക. അതല്ല, എല്ലാ ബേസിലും അറിവുള്ള ഒരു ശരിയായ ഗുരുനാഥനെ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്പിരിച്വാലിറ്റി വളർത്തിക്കൊണ്ടുവരണം. എന്താണ് ഒറിജിനൽ സ്പിരിച്വാലിറ്റി എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ കർമ്മവുമായി നമുക്ക് വിജയിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ കുട്ടികളും 10 ആള് ഒരുമിച്ച് ഹജ്ജിന് പോയാൽ എത്ര സംഖ്യ വരും? അതെനിക്കൊരു പ്രശ്നമല്ല. കോടിക്കണക്കിന് രൂപ മുടക്കി ഞാൻ പോകാൻ റെഡിയുമാണ്. പക്ഷെ ഞാൻ നോക്കേണ്ടത് എൻ്റെ തൊട്ട അയൽവക്കത്ത് ആരെങ്കിലും ഔഷധമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടോ? അവരുടെ വീട് ഒരു മഴ പെയ്താൽ ചോരുന്ന വീടാണോ? അവരെത്രത്തോളം പ്രയാസമുണ്ട് എന്ന് നോക്കി അവർക്ക് വേണ്ടുന്നത് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ പൈസ മുടക്കിയത് വെറുതെ ആയിപ്പോകും. എനിക്ക് കാണാം, സന്ദർശനമാണ്, ടൂർ, അതൊക്കെ സ്ഥലങ്ങൾ കാണാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ഏറ്റവും വലിയ കർമ്മമാണെന്ന് തെറ്റിദ്ധരിക്കട്ട. ആ കർമ്മമാകണമെങ്കിൽ ഇതും കൂടെ ഒന്ന് നോക്കേണ്ടി വരും. മനസ്സിലാകണ്ട. ഇപ്പൊ മണിസാറ് ശബരിമലക്ക് പോവാണെന്ന് വിചാരിച്ച, അങ്ങനെ തന്നെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. ശബരിമലക്ക് പോകുമ്പോ ജസ്റ്റ് ശബരിമലക്ക് പോകണ ആ പൈസ ഉണ്ടല്ലോ, എത്ര പൈസ ആണെങ്കിൽ അത്ര പൈസ, 1000 റുപ്യെങ്കിലും വേണ്ട ഏറ്റവും ചുരുങ്ങിയത്. അപ്പൊ അത് മുടക്കണതിന് മുമ്പ് ഒന്ന് നോക്കുക, എന്റെ കുടുംബത്തിലോ എന്റെ ബന്ധത്തിലോ ആർക്കെങ്കിലും ഈ 1000-ന് ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ കൊടുക്കണ ഈ 1000-ന് ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് അന്വേഷിക്കാലോ. എന്തായാലും എല്ലാവരോടും ഒന്ന് അന്വേഷിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ്, അത് നല്ലതല്ലേ എപ്പോഴും ആ കുടുംബ ബന്ധം, ആ സുഹൃത്ത് ബന്ധം പുലർത്തുന്നത്. അങ്ങനെ ചോദിച്ച് പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാനിങ്ങനെ ശബരിമലക്ക് പോകുന്നുണ്ട്, അല്ലെ ഞാനിങ്ങനെ ഹജ്ജിന് പോകുന്നുണ്ട്, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊരു നല്ല രീതിയിൽ പോയാൽ മാത്രമല്ലേ ഇതിനൊരു പ്രയോജനമുള്ളൂ. സുഖത്തിലും സന്തോഷത്തിലും ജീവിക്കുകയാണെങ്കിൽ അയ്യപ്പൻ ജീവിക്കട്ടെ, അല്ലേ? സുഖത്തിലും സന്തോഷം സ്വീകരിക്കുകയാണെങ്കിൽ അവൻ സ്വീകരിക്കേണ്ടിനു, അയ്യപ്പൻ സ്വീകരിക്കേണ്ടി. അത് സ്വീകരിച്ചിട്ടില്ലല്ലോ. സ്വീകരിച്ചിനോ? ഇല്ല. രാജപദവി ഒഴിവാക്കി പോയ ആളല്ലേ. എന്നിട്ട് അയാളെ കാണാൻ പോകുമ്പോ നമ്മളിങ്ങനെ പോയാലോ? രാജ്യപദവി ഒഴിവാക്കി, രാജാവ് എന്നുള്ള പട്ടം ഒഴിവാക്കി പോയ ആളെ കാണാനും നമ്മള് രാജാവിനെ സൗണ്ടില്ല, നെറ്റ് പ്രോബ്ലം ആണ്. അല്ലേ? സ്റ്റക്കായിന്ന് തോന്നുന്നു സാറേ, നെറ്റ് പ്രോബ്ലം ആയ.
അപ്പോ വിഷയം അത്ര ഉള്ളൂ. നമ്മള് 2 പ്രാവശ്യം ഇപ്പൊ സൂം കട്ടായി. കർമ്മ എന്ന വിഷയം കേൾക്കാൻ റെഡി ഉള്ള ആൾക്കാർ ഇതിലില്ല എന്നാണ് ഓർഡർ. ഇല്ലേ? ഇതുവരെ ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ കട്ടായിട്ടില്ല. അപ്പൊ കർമ്മ എന്നുള്ള വിഷയം ചർച്ച ചെയ്തപ്പോ 2 പ്രാവശ്യം കട്ടായി. ഇനി സംസാരിക്കണ്ട എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതുവരെ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഷൈമിന, താങ്ക് യു സർ, താങ്ക് യു. ഇനി ഫീഡ്ബാക്ക് സെഷൻ ആണ്. എല്ലാവരും ഫീഡ്ബാക്ക് പറയണം. ആരുടെയും നെയിം ഒന്നും വിളിക്കുന്നില്ല. എല്ലാവരും വന്ന് ഫീഡ്ബാക്ക് പറയുക. ഹലോ ഹലോ ആ ഹലോ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ. മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അത് കാരണം പകുതി പിടികിട്ടിയില്ല. എന്നാലും എന്തോ ഒരു ഫാൾട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് സാറ് പറഞ്ഞത് കംപ്ലീറ്റ് കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് അതിന്റെ ശരിക്കുള്ള കാര്യങ്ങൾ പിടികിട്ടിയില്ല. അതാണ് ഇപ്പം ഈ ഒരു ക്ലാസ് പിന്നെ ഒരു ദിവസം കൂടെ സാറിന് എടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഓക്കെ. താങ്ക് യു സർ. നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഇത് കുറച്ച് കടുപ്പുള്ള വിഷയമാണ്. കാരണം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഈ നെറ്റ്വർക്ക് എനിക്ക് അങ്ങനെ വിഷയം വരലില്ല. നമ്മളവിടെ നല്ല നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ ഇന്നെന്തോ ഒരു പന്തികേട് വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏതായാലും പറഞ്ഞോളി. വലിയ പന്തികേടുള്ള ആളാണ്. ആവശ്യം ഉണ്ടായിരുന്നു, അത് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല. അപ്പൊ സാറിന്റെ ഒരു സഹായം വേണ്ടി വരും. അതാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സർ. താങ്ക് യു സർ. മാജിക് മണി, വേറെ മാജിക് മണി. പറഞ്ഞോളൂ സർ. റസാഖ് സാർ, ഈ ഉള്ള സബ്ജക്റ്റ് ചെയ്യുന്നത് ടോപ്പിക് കാരണം നമ്മള് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവരുന്നത് റസാഖ് സാറിന് അത് അവതരിപ്പിച്ചത് നന്നായിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ അത് പൂർണ്ണമായിട്ടും കേൾക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ക്ലൈമാക്സിന്റെ ഭാഗത്തെത്തുമ്പോ ഒരു നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. ഇനിയും തുടർന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട് ക്ലാസ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. അടുത്ത ആൾ പറഞ്ഞു. പറഞ്ഞോളൂ അടുത്ത ആൾ പറഞ്ഞോളൂ. ആരാണ്? മാജിക് മോർണിംഗ് സാർ, നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളെ ഉള്ളിലുള്ളത് നമ്മള് അതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്താണോ ഉള്ളത് അതേ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഉള്ളിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്താനും നന്മകൾ നിറഞ്ഞ ഒരു ചിട്ടയായ ജീവിതം നയിച്ചാൽ നമുക്ക് പോസിറ്റീവായിട്ട് മാറാനും നല്ല നല്ല അനുഗ്രഹങ്ങൾ ലഭിക്കാനും പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ആദ്യം ആ നെഗറ്റീവ്സ് എല്ലാം എടുത്ത് ഒഴിവാക്കാനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, നല്ല നല്ല പ്രവൃത്തികളിൽ ഏർപ്പെടുക, നല്ല വിശ്വാസത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിതം മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് ഏത് അനുഗ്രഹങ്ങൾ ഉണ്ടാവുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു മൻ സാർ. പറഞ്ഞോളൂ. ഇനി ബഷീർ ആരാ? സാർ പറഞ്ഞോളൂ. നല്ല സബ്ജക്റ്റ് ആയിരുന്നു സർ. കുറച്ച് കടുകട്ടിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ വളരെ ലളിതമായിട്ട് സാർ പറഞ്ഞു. പറഞ്ഞ ക്ലൈമാക്സിൽ എത്തിയപ്പോ കറണ്ട് പോയി. അത് ചെറിയ പ്രശ്നം. ഏതായാലും സംഭവം നന്നായി സാറ് പറഞ്ഞു. കർമ്മം, നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം കിട്ടും. അതേമാതിരി നമ്മളെ വീട് ഡീക്ലാറ്ററിങ് ചെയ്യുന്ന മാതിരി മൈൻഡും ഡീക്ലാറ്ററിങ് ചെയ്യണം. അപ്പോഴാണ് എപ്പോഴും പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം മൈൻഡ്. അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തനം. നമ്മളത് ഒരു ഗ്ലാസ് പോലെയാണ്. നമ്മളെ ജനലിന്റെ എത്ര വൃത്തിയുണ്ട് അതനുസരിച്ച് പുറത്തെ കാഴ്ച നമുക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റും. അകത്ത് എത്ര വൃത്തിയായി നമ്മൾ കൊണ്ട്
പ്രോഗ്രാം നടത്തണം, അതിനനുസരിച്ച് പുറത്തുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് വൃത്തിയാക്കി നമുക്ക് കാണിച്ചു തരും. ശബ്ദം കുറവുണ്ട് ബഷീർ സാറേ. നല്ല നല്ല ശബ്ദം. പോയിന്റ്. താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു. അടുത്ത ആൾ പറഞ്ഞോളൂ. സാർ നല്ലൊരു സബ്ജക്റ്റ് ആയിരുന്നു. കർമ്മ ഈസ് ഗോയിങ് ഓൺ എന്നാണ് നമ്മുടെ ഇന്നത്തെ ലോകത്ത് മാത്രമല്ല പണ്ട് മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. നിങ്ങൾ എന്താണോ നൽകുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്ന്. സാറ് പറഞ്ഞ പോലെ തന്നെ ഈ വിഷയത്തെ പറ്റിയിട്ട് കൂടുതൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. നമ്മൾ പറഞ്ഞ് സാറ് പറഞ്ഞു വരുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഡൗൺ ആയി, എന്നാലും കുഴപ്പമില്ല. എന്ത് തന്നെയാലും നല്ലൊരു അവതരണമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ അത് നന്നാവുക, അതിനുശേഷം മാത്രമേ നമ്മൾ നന്നായതിനു ശേഷം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും സഹോദരങ്ങളെയും നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന നന്മ തിരിച്ചു ലഭിക്കും എന്നുള്ളതാണ് സാറിന്റെ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇതിനാണ് സാറേ ഈ ഒരു ടോപ്പിക്കിന്റെ ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സനീഷ് താങ്ക് യു. സാർ. വേറെ മാജിക് മോർണിംഗ്സ് ക്ലാസ് പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് 2 ഉണ്ടാവണമെന്നാണ് ആഗ്രഹം. കാരണം വെച്ചാൽ ഇതൊരു ആമുഖം മാത്രമാണെന്ന് തോന്നുന്നു. കാരണം അത്ര നന്നായിട്ട് പറഞ്ഞു, വളരെ ലളിതമായിട്ട് തന്നെ സാറ് പറഞ്ഞു. അതാണ് നമ്മളുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് സത്യമാണ്. അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ സാഹചര്യങ്ങളും കൂടി അത് എന്താ പറയാ റിലേറ്റഡ് ആണ്. നമ്മൾ ആരുടെ കൂടെയാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്, ആ ഒരു ക്യാരക്ടറും കൂടി നമ്മൾ അറിയാതെ നമ്മൾ വരും. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും നമ്മൾ എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ഒരു നാലാളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത്, മോസ്റ്റ് ഓഫ് ദ ടൈം അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവരുടെ ക്യാരക്ടറിന്റെ ഒരു ഭാഗം നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് വരും. അപ്പൊ അതിനെ പിടിച്ചു നിർത്താനാണ് നമ്മൾക്ക് ഈ മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച് സർ. നല്ലൊരു ക്ലാസ്. ഇനിയൊരു ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. വേറെ കഴിഞ്ഞ നീ ആരാ? കുറെ പേരുണ്ടല്ലോ, പറഞ്ഞില്ല എല്ലാവരും ഒന്നും. ഓക്കെ, റസാഖ് സാർ നമസ്കാരം. തീർച്ചയായിട്ടും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇത്തിരി മുറിഞ്ഞു പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടിയില്ല. എങ്കിലും തീർച്ചയായിട്ടും നാം എന്താണോ ചെയ്യുന്നത്, നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിന്റെ ഫലം നമുക്ക് അതുപോലെ തിരിച്ചു കിട്ടും. മോശമാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ തിക്താനുഭവമായിരിക്കും നമ്മൾക്ക് ഉണ്ടാകുന്നത്. പിന്നെ സാർ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ ജീവിതം അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു ജീവിതമായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാകുകയുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ നന്നായതിനു ശേഷം മാത്രം മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാൻ പോവുക. അല്ലാതെ നമ്മൾ നന്നാകാതെ മറ്റുള്ളവരെ നമ്മൾ നന്നാക്കാൻ പോയാൽ അവരും നന്നാകത്തില്ല, നമ്മളും നന്നാകത്തില്ല. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു വിജയം വേണമെന്നുണ്ടെങ്കിൽ അടുക്കും ചിട്ടയോടും കൂടി നല്ല പ്രവൃത്തികൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുന്നേറിയാലേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശീലമ്മ. ശീലം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും പറയുന്നുണ്ടോ? ഹലോ, ഞാനും കൂടെ പറഞ്ഞിട്ടെ സാറേ, പറഞ്ഞു വൈൻഡപ്പ് ചെയ്തോട്ടെ. അതിലൊരു വിവോ ഉണ്ടല്ലോ, ആർക്കാണ് വിവോ? ഹലോ സാർ. പേരില്ലാത്ത പേരില്ലാത്ത ഒരാളുണ്ടല്ലോ വിവോന്റെ 2407 2318. മേഘയാണെന്ന് തോന്നുന്നു സാറേ, അത് അറിയില്ല. ഓക്കെ, ശരി പറഞ്ഞോളൂ. ശരി സാറേ, ഞാൻ ഒന്ന് പറഞ്ഞിട്ടോ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഞാൻ സാറ് ഈ കർമ്മയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഈ 2 ദിവസത്തിന് മുന്നേ ഞാന് എൻ്റെ മോനൊന്ന് ചെറുതായിട്ട് എന്നോടൊന്ന് ദേഷ്യപ്പെട്ടു. അപ്പം ഞാനതൊക്കെ കഴിഞ്ഞ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് നന്നായിട്ട് വിഷമം വന്നു മോൻ പറഞ്ഞത്. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, ഉമ്മി കർമ്മയെന്നും പറഞ്ഞോണ്ടൊരു കാര്യമുണ്ട്, അറിയുവോ? ഞാൻ പറഞ്ഞു, അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഉമ്മി കുറച്ച് ദിവസത്തിന് മുമ്പേ എൻ്റെ ഉമ്മയെ കേട്ടോ, എൻ്റെ ഉമ്മയോട് ഞാനൊന്ന് ദേഷ്യപ്പെട്ടിരുന്നു. ദേഷ്യപ്പെട്ട വേറൊന്നുമല്ല, നമ്മുടെ ഓരോ കാര്യം പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട സമയത്ത് ഇവനും അടുത്തുണ്ടായിരുന്നു. അപ്പം ഇവൻ അത് മനസ്സിൽ വെച്ചോണ്ട് എന്നോട് പറഞ്ഞ്, ഉമ്മിക്ക് വിഷമം വന്നതുപോലെ ആയിരിക്കുമല്ലോ ഉമ്മി അമ്മായെ പറഞ്ഞപ്പോ അമ്മായിക്കും വിഷമം ഉണ്ടായത്. അതുകൊണ്ട് കർമ്മയെന്നും പറഞ്ഞുകൊണ്ടൊരു കാര്യമുണ്ട് ഉമ്മീന്ന്. അപ്പം ഇപ്പൊ സാർ ആ കാര്യം പറഞ്ഞപ്പം എനിക്കതാ ഓർമ്മ വന്നതേ. അതുപോലെ സാറ് പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മൾക്ക് മറ്റുള്ളവരെ കൂടി ഓർത്തുകൊണ്ട് വേണം. നമ്മളിപ്പം എന്ത് ചെയ്താലും അവർക്ക് വീടുണ്ടോ അല്ലെങ്കിൽ അവര് പട്ടിണിയിലാണോ, വേറൊരു കാര്യമുണ്ടോ, അത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ നമ്മൾ എവിടെ പോയാലും ഇപ്പം ഹജ്ജിന് പോയാലും ഇപ്പം എവിടെ പോയാലും ശരി, അതിനെക്കാട്ടിലും ഒക്കെ പുണ്യമായിരിക്കുമല്ലോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിന് ചില സമയത്ത് ഞങ്ങളുടെയൊക്കെ ഇവിടെ പ്രായമുള്ളവർ പറയുന്നത് കേൾക്കാം, തന്നമ്പലം കഴിഞ്ഞ് വേണം പൊന്നമ്പലത്ത് പോകാനെന്ന്. ഇപ്പൊ സാറിന്റെ ക്ലാസ്സിൽ നിന്നൊക്കെ എനിക്കതാ മനസ്സിലായത്. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട്, ഇനിയെങ്കിലും നമ്മൾ ഡിമാജിക്കിലുള്ളവരാണെങ്കിൽ കൂടി നന്നായിട്ട് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. അതിന്റെ ഇപ്പൊ ചെയ്തോട്ടെ സാർ, ഞാൻ ഫീഡ്ബാക്ക് പറയുന്നില്ലല്ലോ. ഇല്ല, ഇതൊരു വലിയ വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്താൽ തീരാത്തൊരു വിഷയമാണ്. എന്നാലും ഇപ്പൊ സൈനീസ് സാർ അതുപോലെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ശരിക്ക് പഠിച്ച് ഉണ്ടാക്കേണ്ട ഒരു വിഷയം തന്നെയാണത്. പിന്നെ നല്ല ശ്രദ്ധിച്ച് പഠിക്കും വേണം. കാരണം ചില ഭാഗങ്ങളൊക്കെ നല്ല ഡേഞ്ചറാണ്. എനിക്ക് തോന്നുന്നു സൈനീസ് സാർ കുറച്ച് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഡേഞ്ചർ ആണെന്ന് പറയാൻ കാരണം. കാരണം ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു ഡേഞ്ചറാണ്. കാരണം നമ്മുടെ ശത്രുക്കൾ ചിലപ്പോ നമ്മുടെ മാതാപിതാക്കളോ ഭാര്യയോ ആയിരിക്കാം. അവിടെയാണ് പ്രശ്നം. നമ്മുടെ ശത്രുക്കൾ നമ്മളിപ്പോ മാതാപിതാക്കളോ ഭാര്യയോ ആയിരിക്കാം. അപ്പോഴാണ് നമുക്ക് ഈ വിഷയം വരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് റിക്കവർ ആക്കേണ്ടതെന്ന് ശരിക്കും പഠിച്ച് ചെയ്യാഞ്ഞാല് വളരെയധികം ബുദ്ധിമുട്ടാവും. അപ്പോ അതൊക്കെ ശരിക്കും നല്ല പഠിച്ച് ഓരോ കൃത്യതയിൽ കൊണ്ടെടുക്കണേ യഥാർത്ഥമായ സ്പിരിച്വാലിറ്റിക്ക് നമ്മൾ എത്തും ചെയ്യും. ഈ പറഞ്ഞ അല്ലെങ്കിൽ മതങ്ങളൊക്കെ പറയുന്നത് പോലെ തന്നെ നല്ല ജീവിതം, അതാണ് സ്വർഗം പറഞ്ഞത്, എന്താണ് നല്ല ജീവിതം. അപ്പൊ ആ നല്ല ജീവിതവും നല്ലൊരു യാത്രയും നമുക്ക് അനുഭവിക്കാനും സാധിക്കും. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നൊരാളും വിചാരിക്കേണ്ട. പ്രശ്നങ്ങളുടെ നൂലാമാലയിലേക്ക് അങ്ങോട്ട് പോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ട് ജീവിതം ബെസ്റ്റിലാക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മളിപ്പോ എന്താണ് തുടങ്ങി വെച്ചിട്ട് നാളെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ജീവിക്കാമെന്ന് ഒരാളും തെറ്റിദ്ധരിക്കേണ്ട. അപ്പൊ അത് കർമ്മ പഠിച്ച് ചെയ്യുന്നത് നല്ല വിദഗ്ധരായ ആളുകളുണ്ട് കേട്ടോ, ഗുരുനാഥന്മാരുണ്ട്. അവരൊക്കെ അടുത്തുനിന്ന് നമ്മൾ നോക്കി പഠിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും വരാം. എന്തോ ഇപ്പൊ ഈ നെറ്റ്വർക്കിന് പ്രശ്നമില്ലല്ലോ, ഇപ്പൊ നെറ്റ്വർക്കിന് ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തോ ഒരു സംഭവം, അപ്പൊ എന്തോ ഒരു വിഷയം ഉണ്ട്. അതാണ്. അപ്പൊ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു. സാറേ ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. നമ്മളിപ്പോ ഇതുവരെയൊക്കെ നമ്മുടെയൊക്കെ ഏജ് ഒക്കെ ഇത്രേ ആയല്ലോ, നമ്മൾ പല വിധത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നമുക്കിപ്പൊ ഇതിനെ കുറിച്ച് ഇപ്പൊ സാറ് അങ്ങനെ ഓരോ അറിവുകൾ നമ്മൾക്ക് ഇങ്ങനെ കേട്ട് കിട്ടുന്നതാണല്ലോ. നമുക്ക് അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ളതിന് നമ്മൾ ഇനിയും ക്ലിയർ ആക്കിയാൽ മതിയോ? അപ്പൊ ആ ചെയ്തിട്ടുള്ളതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും അല്ലേ? നമ്മൾ ഇനിയും ക്ലിയർ ആക്കിയാലും നമ്മളിപ്പോ ഇനിയും നന്നായിട്ട് തീർച്ചയായിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഇവിടെ വിഷയമല്ല, ഇന്നു മുതൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വിഷയം. ഓ താങ്ക് യു സാർ. അതിന് ഒരുപാട് ചരിത്രങ്ങളും കഥകളും നമുക്ക് കേൾക്കാനുണ്ട്. അത് ശരിയാണോ? നമ്മളെ വിശ്വാസം അത്രത്തോളം വേണ്ട, അത്രയെങ്കിൽ നമുക്ക് കുറെ കഥകളും ചരിത്രങ്ങളൊക്കെ അറിയേണ്ടി വരും. ആ ചരിത്രങ്ങളൊക്കെ ഓർമ്മ ശരി, ഇന്നലെ വരെ ചെയ്തത് ഓക്കെ, അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും.
കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. അല്ലേ? കർമ്മം ചെയ്തുകൊണ്ടേ. അപ്പൊ ഇനി വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സാറിന് വീണ്ടും നെറ്റ് പ്രോബ്ലം ഉണ്ടായെന്ന് തോന്നുന്നു. അതെ. ഓക്കെ. കർമ്മയെ കുറിച്ച് നമുക്ക് റസാഖ് സാറ് നല്ല അറിവാണ് തന്നത് അല്ലേ കർമ്മയെ കുറിച്ച്. അപ്പൊ സാറ് അതുകൊണ്ട് കഴിഞ്ഞു വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ചില്ലറ വഴിയല്ല, നല്ല പൈസ കൊടുക്കുന്ന. ഓക്കെ സാർ. താങ്ക് യു. അതുകൊണ്ട് കർമ്മയെ കുറിച്ച് നമുക്ക് നല്ലൊരു അറിവ് വീണ്ടും സമ്മാനിച്ച റസാഖ് സാറിന് നന്ദി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ വിമാജിക്കിന്റെ ഫൗണ്ടേഴ്സിനോടും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു all. താങ്ക് യു താങ്ക് യു മാം. താങ്ക് യു.